സ്നേഹിക്കുന്നതുകൊണ്ട് അത് ചെയ്യുക. ഈ രീതിയിൽ നിന്റെ പ്രതിബദ്ധതയും വിശ്വസ്തതയും കാണിക്കുക. ബാഹ്യമായ ഭക്തിപ്രകടനങ്ങളിൽ എനിക്ക് മതിപ്പില്ല. പരസ്യമായി എന്നെ സ്നേഹിക്കുന്നതായി നടിക്കുകയും എന്നാൽ രഹസ്യമായി എന്റെ അഭിഷിക്തരെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഉപദ്രവിക്കാൻ കൂടുന്നവരെ ഞാൻ ശ്രദ്ധിക്കില്ല. നിന്റെ വിശ്വസ്തതയ്ക്കും വിശ്വാസത്തിനും പ്രതിബദ്ധതയ്ക്കും ഞാൻ പ്രതിഫലം നൽകും. നിന്റെ ഹൃദയത്തിൽ പരമമായ ആത്മാർത്ഥതയോടെ നീ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. ഇനി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഇന്നുമുതൽ നിന്റെ ഭയങ്ങൾ നിന്റെ പിന്നിലായി. ഞാൻ നിന്റെ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നീ ഇനി ഭയത്തിൽ ജീവിക്കില്ല. കൈകോർത്ത് ശാന്തമായ ഹൃദയത്തോടെ എന്റെ വാത്സല്യത്തിൽ ആശ്ലേഷിക്കപ്പെട്ട് എന്റെ സമാധാനത്തിൽ മുഴുകി നാം വിജയത്തിലേക്ക് നടക്കും. അങ്ങനെയായിരുന്നു, അങ്ങനെയാണ്, അങ്ങനെയിരിക്കും. പരിഭ്രാന്തനാകേണ്ട. അനുഗ്രഹങ്ങൾ നിന്റെ അടുത്തേക്ക് വരുന്നു. നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചുപിടിക്കുന്ന സമയം അടുക്കുകയാണ്. എനിക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് നീ സാക്ഷ്യം വഹിക്കും. ഒരു വലിയ അത്ഭുതം നിന്റെ വഴിയിലാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു. നീ ചോദിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ മികച്ചതാണ് ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ വിധി എന്റെ കൈകളിലാണ്, മറ്റാരുടെയും കൈകളിലല്ല. ചുറ്റും നോക്കരുത്. നിഷേധാത്മക ശക്തികൾ നിന്റെ മനസ്സിൽ പരാജയത്തിന്റെയും മണ്ടത്തത്തരത്തിന്റെയും ചിന്തകൾ നടാൻ അനുവദിക്കരുത്. ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ എന്നോട് സംസാരിക്കുമ്പോൾ, എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ, നിന്റെ വികാരങ്ങൾ എന്നോട് വിശ്വസിക്കുവാൻ തക്കവിധം എന്നെ വിശ്വസിക്കുമ്പോൾ ഞാനത് വിലമതിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നിന്നെ കേട്ടു, ഇന്നലെയും കേട്ടു. നിന്റെ വാക്കുകൾ കുറവാണെങ്കിലും നിന്റെ ആത്മാർത്ഥതയും ഉദ്ദേശ്യവുമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. എനിക്ക് കൂടുതലൊന്നും ആവശ്യമില്ല. നിന്റെ വിശ്വാസം ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും നിന്റെ പ്രാർത്ഥനകൾ സ്വർഗസിംഹാസനത്തിലെത്താൻ അത് മതിയെന്ന് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നിന്റെ വിധി തീരുമാനിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ഞാൻ നിനക്ക് ആശ്വാസമയയ്ക്കുന്നു. അവിടെ നിന്ന് ഞാൻ എന്റെ സ്നേഹം നിനക്ക് വെളിപ്പെടുത്തുന്നു. നിനക്കെന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം. നീ പ്രാർത്ഥനയിൽ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നില്ല. നീയും അത് വിശ്വസിക്കുന്നു എന്നെനിക്കറിയാം. ശക്തനും ധൈര്യശാലിയുമായിരിക്കുക. ആരെയും ഒന്നിനെയും ഭയപ്പെടാതെ നിന്റെ എല്ലാ പോരാട്ടങ്ങളെയും നേരിടുക. ഒരു ഭീഷണിയിലും വിറയ്ക്കരുത്. ചില ആളുകൾ കൊണ്ടുവരുന്ന നിഷേധാത്മകത കാരണം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. എന്റെ വാഗ്ദാനങ്ങളിൽ സംശയിക്കുന്നവർ സന്തോഷം തേടി അനന്തമായി കറങ്ങുന്നു. എന്നാൽ നിഷേധാത്മകരായ ആളുകളുടെ അഭിപ്രായങ്ങളെ അവഗണിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായി. പരിഹാസങ്ങൾക്കിടയിലും നീ എന്നിലുള്ള നിന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. രാത്രിയും പകലും ഞാൻ നിന്റെ ശത്രുക്കൾക്കെതിരെ നിന്നെ പ്രതിരോധിക്കും. നിന്റെ വൈകാരിക ക്ഷേമം എനിക്ക് വളരെ പ്രധാനമാണ്. നിന്റെ മനസ്സ് എന്റെ വിശുദ്ധവചനത്താൽ പോഷിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ പദ്ധതികളും സ്വപ്നങ്ങളും എന്റെ ഇഷ്ടവുമായി യോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദം കാരണം തീരുമാനങ്ങളിലേക്ക് ഓടരുത്. അവരെ സന്തോഷിപ്പിക്കാൻ ധൃതി പിടിച്ച തിരഞ്ഞെടുപ്പുകൾ ചെയ്യരുത്. ക്ഷമയോടെയിരിക്കുക. പ്രാർത്ഥനയിൽ എന്റെ അടുത്തേക്ക് വരിക. വിജയത്തിലേക്ക് നയിക്കുന്ന ശരിയായ പാത ഞാൻ നിനക്ക് കാണിച്ചു തരും. പരാജയ ചിന്തകൾ ഒഴിവാക്കുക. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു. ഞാൻ നിന്നോടുള്ള സ്നേഹം നിമിത്തം നീ എന്റെ കൈകളിലാണ്. നീ എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. നീ സ്നേഹിക്കപ്പെടുന്നവനാണെന്നും സംരക്ഷിക്കപ്പെടുന്നവനാണെന്നും നിനക്ക് തോന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിനക്ക് ധൈര്യത്തോടും ഭയമില്ലാതെയും നിന്റെ പ്രശ്നങ്ങളെയും ശത്രുക്കളെയും നേരിടാൻ കഴിയും.